ചെറുകഥ തുടരുന്നു. വീണ്ടും പുറത്തെത്തിയപ്പോൾ വിനോദ് പറഞ്ഞു, ഇതൊരു വലിയ കാര്യമായി സാർ. വിദ്യാധനം പുരസ്കാരം നമ്മുടെ നാട്ടിൽ ഒരു എഴുത്തുകാരന് കിട്ടാവുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ്. മാഷ് പതുക്കെ ചിരിച്ചു. വിനോദിന് ചെറുപ്പമാണ്, എന്തും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന പ്രായം. പുറത്തെ വെയിലിന് തിണ്ണയിലിരുന്നപ്പോൾ നീണ്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. കഥ, ജീവിതം, ആദ്യത്തെ കഥ, എഴുതാനിരിക്കുന്ന കൃതികൾ. ജോലി തീർന്നപ്പോൾ ടേപ്പ് റെക്കോർഡ് ഓഫ് ചെയ്തു ബാഗിലിട്ടു വിനോദ് എഴുന്നേറ്റു. സാറോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. വിനോദ് ഭവ്യതയോടെ മാഷെ നോക്കി. പുരസ്കാരം നേടിയ ശേഷം സാർ എഴുതുന്ന ആദ്യത്തെ കഥ ഞങ്ങളുടെ സ്പെഷ്യലിലേക്ക് തരണം. മാഷ അവ്യക്തമായ ഏതോ വിദൂര ബിന്ദുവിൽ മനസ്സൂന്നി ചിരിച്ചു. നോക്കട്ടെ, ഇപ്പോൾ വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. മനസ്സ് നിറച്ച് കഥകളാണ് വിനോദ്. പക്ഷെ എഴുതണം. ആദ്യം എഴുതുന്നത് നിങ്ങൾക്ക്. ഉറപ്പ്? ഉറപ്പ്. ഞാൻ അടുത്ത ആഴ്ച വന്നാലോ? വരൂ, കഥ തയ്യാറായിരിക്കും. അതൊരു മാസ്റ്റർ പീസാവും. വിനോദ് ചിരിച്ചു. എനിക്കുറപ്പുണ്ട്. വിനോദും കൂട്ടുകാരനും യാത്ര പറഞ്ഞിറങ്ങി. അവർ കണ്ണിൽ നിന്ന് അകന്ന് പ്രകാശത്തിൻ്റെ ഒരു പെരുമ്പുഴ അലയടിച്ചെത്തി.